സുപ്രീം കോടതി വിധിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഇളവ് PSC പറയുന്നത് സർക്കാർ വകുപ്പാണ് യോഗ്യത നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ സർക്കാർ യോഗ്യത നിർദ്ദേശിച്ച പൂർത്തീകരണಕ್ಕೆ ശേഷമാണല്ലോ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. നമുക്കിനി PSC നോട്ടിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടും ഞാൻ നേരത്തെ ഇവിടെ കൺക്ലൂഡ് ചെയ്തു പറഞ്ഞ കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ റിവിഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ്. TS ഹരികൃഷ്ണ ചേരുന്നു വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണ, ഗുഡ് മോർണിംഗ്. എന്താണ് നിലവിൽ ഇതിന് വ്യക്തത കുറവ് ഉള്ളതായി പറയുന്നത്? ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് സ്കൂളുകളിലും സർക്കാർ സ്കൂളുകൾക്ക് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് നിർബന്ധമാക്കിയത്. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കേട്ടറ്റിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. കേട്ടറ്റ് 1 ഒന്നാമത്തെ കാറ്റഗറി, രണ്ടാമത്തെ കാറ്റഗറി, മൂന്നാമത്തെ കാറ്റഗറി അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയും രണ്ടാമത്തെ കാറ്റഗറി ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായവർക്ക് മാത്രമേ LP UP അധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ കാറ്റഗറി 3 പാസ്സായവർക്ക് ഹൈസ്കൂൾ തസ്തികകളിലേക്ക് നിയമനം നടത്താനും കഴിയും. മൂന്നാമത്തെ തസ്തിക പാസ്സായ ഒരാൾക്ക് LP UP തസ്തികകളിലേക്ക് നിയമനം നടത്താൻ കഴിയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കാരണം സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് റിവ്യൂ പെറ്റീഷൻ നൽകുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ നടത്തിയിരുന്നില്ല. അതാണ് ഈ ഒരു വിഭാഗം അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ എതിർപ്പ് ഉന്നയിച്ച് മുന്നോട്ട് വന്നത്. ഇപ്പോൾ ഈ അധ്യാപകരുടെ പ്രതിഷേധത്തിന് ഒടുവിലാണ് ഇത്തരത്തിലൊരു ഉത്തരവ്. 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു ഉത്തരവ് സർക്കാർ പുറത്തിറക്കുന്നത്. ഈ സുപ്രീം കോടതി വിധിയുടെ പ്രതിഷേധത്തിന് കാരണമായി ഇവരൊക്കെ ഈ അസോസിയേഷനുകൾ പറയുന്നത് എന്താണ്? എന്ത് കാരണം കൊണ്ട് ഇത് നടപ്പാക്കരുത് എന്നാണ് അവരുടെ വാദം? അതായത് അധ്യാപകരെ ഇത് കാര്യമായി ബാധിക്കും. ഉദാഹരണത്തിന് ഈ 2012 മുതലാണ് ഇങ്ങനെ ഒരു സംഭവം നിലവിൽ വന്നുകൊണ്ട് അത് ഫോളോ ചെയ്ത് സംസ്ഥാന സർക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടറ്റുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ വളരെ സീനിയർ ആയിട്ടുള്ള അധ്യാപകർക്കൊക്കെ ഇനിയിപ്പോൾ എയ്ഡഡ് സ്കൂളിലായാലും മറ്റ് സ്കൂളുകളിലായാലും ഈ പരീക്ഷ ഇപ്പോൾ നിലവിലുള്ള അധ്യാപകർ പോലും ഈ പരീക്ഷ പാസ്സായാൽ മാത്രമേ അവർക്ക് അധ്യാപകരായി തുടരാൻ കഴിയൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കൃത്യമായി സുപ്രീം കോടതിയെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ KPSC ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾ മുന്നോട്ട് അഭിപ്രായം പറഞ്ഞിരുന്നു. അതിൽ ഒരു കാര്യം നമ്മൾ അതിന്റെ വാസ്തവം ആലോചിച്ചാൽ വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്തലുകൾ വേണ്ടതുകൊണ്ടാണ്, പുതുക്കലുകൾ വേണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി എല്ലാവരും പരീക്ഷ എഴുതണം എന്നത് അനിവാര്യമായ കാര്യമല്ലേ? പക്ഷെ നിലവിൽ അങ്ങനെ അതായത് ഇപ്പോൾ TTC പാസ്സായവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിലുണ്ട്. MED, കേട്ടറ്റ് കൂടാതെ തന്നെ ഇപ്പോൾ സെറ്റ് പാസ്സായവരുണ്ട്, നെറ്റ് പാസ്സായവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളുള്ള അധ്യാപകർ നിലവിൽ സ്കൂളുകളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെയൊക്കെ കാര്യമായി ഇത് ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിൽ ഇത്തരം ഈ മറ്റു യോഗ്യതകൾ ഉള്ളവരൊന്നും ഇതിൽ പരിഗണിക്കില്ല എന്നുള്ള ഒരു അർത്ഥമാക്കുന്ന ഒരു ഉത്തരവാണ് ഇറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് അവരെ അത് ബാധിക്കുക, ഹരി? അതായത് കേട്ടറ്റ് ഇപ്പോൾ നിലവിലുള്ള അധ്യാപകർക്ക് പിന്നെ കേട്ടറ്റ് പാസ്സാവേണ്ടി വരും. അതായത് അതിനിപ്പോൾ പ്രത്യേകം യോഗ്യത പരീക്ഷ നടത്തുന്നുണ്ട് സർക്കാർ. അതിനുള്ള നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ ആ പരീക്ഷ ഇനി ഒന്നുകൂടി എഴുതി കേട്ടറ്റുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷ എഴുതി പാസ്സാകേണ്ടി വരും. ശരി. TS ഹരീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അധ്യാപക സംഘടനകൾ ഒന്നടങ്കം ഇക്കാര്യങ്ങൾ എതിർക്കുകയാണ്. ഇതിലൊരു ക്ലാരിറ്റി കുറവുണ്ട്. ആ ക്ലാരിറ്റി വരുത്തിയ ശേഷം ഇനി ഉത്തരവ് ഇറക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുള്ളത്, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെ തന്നെ ആയാലും വിദ്യാഭ്യാസത്തിൽ നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി കേറ്ററ്റ് പരീക്ഷ പാസ്സാകണമെന്നുണ്ടെങ്കിൽ അത് പാസ്സാകുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇനി UGC നെറ്റോ സെറ്റോ JRF ഒക്കെ പാസ്സായവർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് കേറ്ററ്റ് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടുള്ളതായി കണക്കാക്കുന്നില്ല. കാരണം നെറ്റൊക്കെ അത്രയേറെ ബുദ്ധിമുട്ടുള്ള പരീക്ഷകളാണ്. അതൊക്കെ പാസ്സാവാവുന്ന മനുഷ്യർക്ക് അത് സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ പല വിദ്യാഭ്യാസ നിലവാരത്തിലുള്ള അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ ആ നിലവാരം കണക്കാക്കിയാണ്, അവരുടെ യോഗ്യത കണക്കാക്കിയാണ് ഓരോ തസ്തികയിലേക്കും ഇവരെയൊക്കെ നിയമിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ നിലവാരത്തിൻ്റെ മൂല്യം ഉയർത്തുന്നതിന് ഇത്തരം പരീക്ഷകൾ വയ്ക്കുന്നതിൽ എന്ത് തെറ്റ് എന്ന് മനസ്സിലാവുന്നില്ല. സംഘടനകൾ ഒന്നടങ്കം എതിർത്തപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് പിന്നാക്കം പോയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നിലവാരം ഉയർച്ച ഉണ്ടാവുക എന്നതിലൊരു വലിയ കൗതുകവും തോന്നുന്നുണ്ട്.